ഈ കോഴ്സ് പഠിച്ചു വരുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക? അഥവാ അതിൻ്റെ ഒരു സിലബസ് എന്താണ് സർ? സിലബസ് ഇറ്റ്സ് ആക്ച്വലി 4.5 year കോഴ്സാണ്. ഒരു വാസ്റ്റ് സിലബസ് ആണ്. അതിൽ 4 year കോഴ്സും 6 months ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാട്ടമി, ഫിസിയോളജി, അതായത് നമ്മുടെ ബോഡി സ്ട്രക്ചറും ബോഡി ഫങ്ഷനും നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫാർമക്കോളജി പഠിക്കുന്നുണ്ട്, ബയോകെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്, OT ജനറൽ മെഡിസിൻ, ജനറൽ പീഡിയാട്രിക്സ്, ജനറൽ ഓർത്തോപീഡിക്സ്, ജനറൽ ന്യൂറോളജി പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ നമ്മൾ OT ഇൻ ഓർത്തോപീഡിക്സ് ഉണ്ട്, OT ഇൻ പീഡിയാട്രിക്സ് ഉണ്ട്, OT ഇൻ മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, OT ഇൻ സൈക്കോളജി. നിങ്ങളിൽ ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ ഹൗ ടു ബിക്കം വീഡിയോ. ഓക്കുപേഷണൽ തെറാപ്പി. ആരായി ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്? അവരുടെ ജോലി എന്താണ്? ഇതിന് കരിയർ സാധ്യത വല്ലതുണ്ടോ? എവിടേക്ക് ഇത് പഠിക്കാൻ പറ്റുക? ആകെ കൺഫ്യൂസ്ഡ് അല്ലേ? ആ കൺഫ്യൂഷൻ ഒക്കെയും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഈ ഫീൽഡിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. 25 വർഷമായി ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റായി പ്രവർത്തിക്കുന്ന, ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കുന്ന ജോസഫ് സാറാണ് എന്നോടൊപ്പം ഉള്ളത്. തിരുവനന്തപുരം സ്വദേശിയായ അദ്ദേഹം കുറേ വർഷക്കാലം കുവൈറ്റിൽ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ട്, പുറത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ കൂടുതൽ ആരെയൊക്കെ വേണ്ടത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഇനി ഇതിൽ ഞാൻ ചോദിക്കാത്ത എന്തെങ്കിലും ഡൗട്ട് ഇനിയും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ സ്ഥിരം ചോദിക്കണ പോലെ തന്നെ നിങ്ങളൊക്കെ സാധാരണ എന്നോട് ചോദിക്കുന്ന സംശയമില്ലേ, ആ സംശയങ്ങളൊക്കെ ഞാൻ സാറിനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ട് ഉത്തരങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്തെങ്കിലും ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്കത് കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. സോ വെൽക്കം ടു ഹൗ ടു ബിക്കം. ജോസഫ് സർ, വെൽക്കം. സർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ബാച്ചുലർ ഓഫ് ഓക്കുപേഷണൽ തെറാപ്പിയുടെ അസിസ്റ്റന്റ് പ്രൊഫസറുമാണ്. അത് മാത്രമല്ല ഈ ഒരു ഫീൽഡിൽ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയും കൂടെയാണ്. സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, എന്താണ് ഈ ഓക്കുപേഷണൽ തെറാപ്പി? ഇപ്പോൾ ഈ ഓക്യുപ്പേഷണൽ തെറപ്പി എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് എന്താണ് ഓക്യുപ്പേഷൻ. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്, ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് അറിയുന്ന ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, നമ്മളെല്ലാം എവിടെയെങ്കിലും പോകുമ്പോഴാകാം, പലപ്പോഴും ചോദിക്കുന്നത് ഓക്യുപ്പേഷണൽ തെറപ്പിയാണ് അല്ലേ, ഓക്കെ എന്ത് ജോലിയാണ് നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ജോലി പഠിപ്പിക്കുന്ന അല്ല നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓക്യുപ്പേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിന് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ ഓക്യുപ്പേഷൻ എന്നുള്ളത്. ഇപ്പോൾ OT ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ രാവിലത്തെ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉറക്കം എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ഞാനിവിടെ ജോലിക്ക് വരിക, ജോലി ചെയ്യുക, വീട്ടിൽ തിരിച്ചു പോയിട്ട് പിള്ളേരുടെ കാര്യം നോക്കുക, വീട്ടിലെ കാര്യം നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓക്യുപ്പേഷൻ ആസ് എ മാൻ. അപ്പോൾ അതേസമയം ഒരു അമ്മയുടെ ഒരു ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് നോക്കുക, കുറച്ച് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കുക, അവരെ റെഡിയാക്കി സ്കൂളിൽ വിടുക. അപ്പോൾ അത് ഞാൻ മെന്നിനില്ല എന്നല്ല, ഇപ്പോൾ ലേഡീസിനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നടന്നു വരുന്നത്. ഞാൻ ആ ഒരു ഇത് കാണിക്കുന്നതല്ല. ഓക്കെ. അപ്പോൾ അതേസമയം നമ്മുടെ ഒരു സ്കൂൾ ഗോയിങ് ഒരു കൊച്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അയാൾ സ്കൂളിൽ പോവുക, സ്കൂളിൽ പോയി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, മറ്റുള്ളവരോട് കളിക്കുക, സംസാരിക്കുക, ഇതൊക്കെയാണ് കൊച്ചിൻ്റെ ഒരു ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ, ഒരു ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങുക, ഉറങ്ങിയിട്ട് കഴിക്കുക, കഴിച്ചിട്ട് വളരുക, വളർന്ന് ഒരു മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുക. മൈൽ സ്റ്റോൺസ് എന്ന് പറയുമ്പം തനിച്ച് കമരാൻ പഠിക്കുക, തനിച്ച് ഇരിക്കാൻ പഠിക്കുക, തനിച്ച് നടക്കാൻ പഠിക്കുക, ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതാണ് ആ കൊച്ചിൻ്റെ ഒരു ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്യുപ്പേഷൻ ചേഞ്ചസ് വിത്ത് പേഴ്സൺ ഡിപ്പെൻഡിങ് ഓൺ ദ റോൾസ്. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ടീച്ചർ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്, ആസ് എ ഫാദർ ഫോർ മൈ കിഡ്സ്, ആസ് എ സൺ ഫോർ മൈ മദർ, ആസ് എ ഹസ്ബൻഡ് ഫോർ മൈ വൈഫ്. അപ്പോൾ ഇതൊക്കെ റോൾസാണ്. പക്ഷെ എന്താ പറ്റുന്നത്, പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അഫക്റ്റഡ് ആവും അല്ലേ, നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ഡിപ്പെൻഡൻ്റ് ആവുന്ന എൻ്റെ വൈഫിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ പിള്ളേരിലായിരിക്കാം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുക. പക്ഷേ നമ്മളിപ്പോൾ ആസ് എൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പെൻഡൻസി മാറ്റി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആകാനായിട്ട് സഹായിക്കുക. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകാം. അതൊരു ഫിസിക്കൽ പ്രോബ്ലം
പ്രോബ്ലം ഉണ്ടാകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലേ, ഇപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ബെഡ് റിഡൺ ആവുകയാണ്. ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെഡ് റിഡൺ ആവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഒരു ഫിസിക്കൽ പ്രോബ്ലം കൊണ്ടാണ്. പക്ഷെ അതല്ലാത്ത പ്രോബ്ലം വരാം. ഒരാൾക്ക് ഒരു മാനസിക അസുഖം ഉണ്ടാകും. ഇപ്പോൾ സ്കീസോഫ്രീനിയ ഉണ്ടാവുന്നുണ്ട്, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ എന്താ പറ്റുക, സ്കീസോഫ്രീനിയ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം വീട്ടിലായിരിക്കും, മറ്റുള്ളവരായിട്ട് ഇടപഴകത്തില്ല, ജോലിക്ക് പോകത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ സംശയമായിരിക്കാം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രഷൻ വരുമ്പോഴത്തേക്കും ഞാനൊരു വർത്ത്ലെസ് പേഴ്സൺ ആണ്, എനിക്ക് ഒരു സൂയിസൈഡൽ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പം ഈ ബേസിക്കലി ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുക. അതിൻ്റെ കൂടെ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്, വിൽ സീ ദ പേഴ്സൺ ആസ് എ ഹോൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാർട്ട് മാത്രമല്ല കാണുന്നത്. അതായത് നമ്മളൊരു പേഷ്യൻ്റ് ഫിസിക്കൽ പാർട്ട് മാത്രമല്ല കാണുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ പാർട്ടല്ല, നമ്മൾ ഹോളായിട്ട് കാണും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു പ്രശ്നം വരികയാണ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയ ഒരു പേഷ്യൻറ്റിന് വീണതിൻ്റെ വിഷമം ഉണ്ടാവും, ഇപ്പം ഡിപ്രസീവ് ആയിരിക്കാം, വീണതിൻ്റെ ഒടിവും ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അത് അവർക്ക് വേദനയും ഒക്കെ ഉണ്ടാവാം. പിന്നെ മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആകുന്നതുകൊണ്ടുള്ള വിഷമം ഉണ്ടാകാം, ജോലിക്ക് പോകാൻ പറ്റാതെ. ഇതെല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിപ്പെൻഡൻസി വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുക? ഇപ്പം ഈ ഒരു മെൻ്റൽ ഇഷ്യൂ വരുന്നു അല്ലേ, ഇപ്പം നമ്മൾ എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുക, നമ്മുടെ മനസ്സിൽ അത് കൂടുതലായിട്ട് പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവർക്ക് ഡൈവേർഷണൽ ആക്ടിവിറ്റീസ് കൊടുക്കുക, അവർക്ക് സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്ത് അവരുടെ സെൽഫ് എസ്റ്റീം ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു പാർട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ഫിസിക്കൽ പ്രോബ്ലം വരികയാണ്, ഇപ്പോൾ അവർ കൈ ഒടിഞ്ഞിട്ടിരിക്കുകയാണ്, അവർക്ക് തനിച്ച് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ അതിനെ മാറ്റാൻ നോക്കുക. അതായത് ഇപ്പോൾ മസിൽ വീക്ക്നെസ് ആണെങ്കിൽ അതിനെ ഇമ്പ്രൂവ് മസിൽ വീക്ക്നെസ് ആകാം. ഇപ്പോൾ റേഞ്ച് ഓഫ് മോഷൻ, അതായത് കൈ മടങ്ങുന്നതെന്ന് വരുന്നതായിട്ടുള്ള കാര്യം നമുക്ക് അഫക്റ്റഡ് ആണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു റീച്ച് ചെയ്യുന്നതിനുള്ള പ്രശ്നമാകാം, ഹാൻഡ് ഫങ്ഷൻ ആകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. പക്ഷേ അവർക്കിപ്പോൾ ഫിസിക്കലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മോഡിഫിക്കേഷനോ അഡാപ്റ്റേഷനോ പോകും. ഇപ്പോൾ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സൽ കഫ് പോലെ ഒരു സാധനം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അത് നമ്മുടെ ഇതിനകത്ത് സ്പൂൺ അതിനകത്ത് വെച്ച് കഴിയുമ്പോൾ പേഷ്യൻ്റ് വിൽ ബി ഏബിൾ ടു ഹോൾഡ് ദ സ്പൂൺ ആൻഡ് ഈറ്റ്. അതായത് ഒരു സാധാരണ നമ്മളൊരു സ്പൂണ് പിടിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്പൂണ് തന്നെ ആവണമെന്നില്ല. ആളുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അയാൾക്ക് ചെയ്യാനുള്ള ഓക്കുപേഷൻ അത് കഴിക്കുക എന്നുള്ളതാണ്. അത് ഈസി ആക്കാൻ എന്താണോ അവിടെ ഡിസൈൻ ചെയ്യപ്പെടേണ്ടത് അതിനെ ക്രിയേറ്റീവായി ഡിസൈൻ ചെയ്ത് പുള്ളിയെ ട്രെയിൻ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റും. എക്സാക്ട്ലി. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന അഡാപ്റ്റേഷൻ, മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും നമുക്ക് ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ് ഇങ്ങനത്തെ ടൂൾസൊക്കെ, എങ്കിലും പലപ്പോഴും പേഷ്യൻസിന് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. കാരണം എല്ലാവരുടെയും പ്രോബ്ലംസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റഡി ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ലെക്ചർ നടത്തിയായിരുന്നു. ഒരു വീൽ ചെയർ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് വീൽ ചെയർ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അത് വരുമ്പോഴത്തേക്കും ചിലർ ഹൈറ്റ് 5 അടി നീളമുള്ള ആളായിരിക്കും, ചിലർ 6.5 ഉള്ളതായിരിക്കും, എല്ലാവർക്കും ഒരേ സൈസാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ സീറ്റിംഗ് ഡെപ്ത്, ഹൈറ്റ് ഒക്കെ അഫക്റ്റഡ് ആകുമ്പോൾ അവർക്ക് അതിൻ്റെ യൂസ് കിട്ടുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് കസ്റ്റമൈസ്ഡ് വീൽ ചെയർ കൊടുക്കുമ്പം ഇറ്റ് വിൽ ഫിറ്റ് ഇൻ പ്രോപ്പർലി. ഇപ്പോൾ ഒരു അമേരിക്കയിൽ എൽ സാൽവഡോർ എന്ന് പറയുന്ന സ്റ്റേറ്റിലൊക്കെ ഇതേപോലെ സ്റ്റഡീസൊക്കെ നടത്തി വെച്ച് പറയുകയാണ്, വെൻ യു ഹാവ് എൻ ഇൻഡിവിജ്വലൈസ്ഡ് തെറപ്പി ഓർ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ പേഷ്യൻറ്റ്, ദ ഔട്ട്കം ഈസ് മച്ച് ബെറ്റർ. ട്രൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ദൈനംദിനം ചെയ്യേണ്ടി വരുന്ന ഏതൊരു ആക്ടിവിറ്റിയിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് ഒരു ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിനെയാണ്. ആ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് അതിൻ്റെ എല്ലാ ആംഗിളുകളിലും നിന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെ ആ പ്രവൃത്തി ചെയ്യാൻ എന്താണോ തടസ്സപ്പെടുത്തുന്നത് ആ കാര്യത്തിന്മേൽ വർക്ക് ചെയ്ത് നമ്മളെ ഇൻഡിപെൻഡന്റ് ആക്കാൻ സാധിക്കും. തീർച്ചയായും ഇത് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടു സം എക്സ്റ്റെന്റ് അത് നമുക്ക് പറയാം. അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഓക്കുപേഷണൽ തെറപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ് യൂസിങ് ആക്ടിവിറ്റി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നതാണ് അതിനകത്ത് ഒരു ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു സയൻസ് ആണ് അതിന് ബിഹൈൻഡ് വരുന്നത്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു പർട്ടിക്കുലർ സയൻസ് ഉണ്ടാവും, അത് വരുന്നുണ്ട്. അതിൻ്റെ യൂസ് ചെയ്ത് നമ്മൾ പർപ്പസ്ഫുൾ ആക്ടിവിറ്റീസ് വഴിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഓക്കെ,
സർ ഈ കോഴ്സ് പഠിക്കുമ്പോൾ സാർ ഇപ്പോൾ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ പറഞ്ഞു അതൊരു ആർട്ട് ആൻഡ് സയൻസ് ആയിട്ട് നമ്മൾ പറയണം. ഈ കോഴ്സ് പഠിച്ചു വരുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക, അത് അതിൻ്റെ ഒരു സിലബസ് എന്താണ് സർ? സിലബസ് ഇറ്റ്സ് ആക്ച്വലി 4.5 year കോഴ്സാണ്. ഒരു വാസ്റ്റ് സിലബസ് ആണ്. അതിൽ 4 year കോഴ്സും 6 months ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാറ്റമി ഫിസിയോളജി, അതായത് നമ്മുടെ ബോഡി സ്ട്രക്ചറും ബോഡി ഫങ്ഷനും നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുന്ന ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫാർമക്കോളജി പഠിക്കുന്നുണ്ട്, ബയോകെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്, OT അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ, ജനറൽ പീഡിയാട്രിക്സ്, ജനറൽ ഓർത്തോപീഡിക്സ്, ജനറൽ ന്യൂറോളജി പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ നമ്മൾ OT ഇൻ ഓർത്തോപീഡിക്സ് ഉണ്ട്, OT ഇൻ പീഡിയാട്രിക്സ് ഉണ്ട്, OT ഇൻ മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, OT ഇൻ സൈക്കോളജി, ലൈക്ക് OT ഇൻ റീഹാബ് മെഡിസിൻ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വാസ്റ്റ് സിലബസ് ആണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഈ ബാച്ചുലർ ഡിഗ്രി പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ടച്ച് ചെയ്ത് പഠിക്കുകയും മാസ്റ്റേഴ്സിൽ ഇത് സ്പെഷ്യലൈസ് ചെയ്യുകയാണോ സർ ചെയ്യാറുള്ളത്? അതെ. ഇപ്പോൾ ഈ ബാച്ചിലേഴ്സ് നമ്മളിതെല്ലാം നമ്മൾ ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പേഴ്സൺ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ പീഡിയാട്രിക്സ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് MOT പീഡിയാട്രിക്സ് ഉണ്ട്, MOT ഇൻ മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, MOT ഇൻ ഓർത്തോ ഉണ്ട്, MOT ഇൻ ന്യൂറോ ഉണ്ട്. അപ്പോൾ ഇതല്ലാതെ തന്നെ ഇപ്പോൾ ഡ്രൈവിംഗ് റീഹാബ് അങ്ങനത്തെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ തന്നെയും അങ്ങനത്തെ ഓപ്ഷൻസും കൂടെ ഡ്രൈവിംഗ് റീഹാബ് അങ്ങനത്തെ മാസ്റ്റേഴ്സും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. സാർ എന്താ ഈ ഡ്രൈവിംഗ് റീഹാബ് എന്ന് പറഞ്ഞാൽ? ഡ്രൈവിംഗ് റീഹാബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഈ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ദ പേഴ്സൺ ഇൻഡിപെൻഡൻറ്റ്. ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഹിസ് ഗോൾ, ഇപ്പോൾ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ക്ലയൻറ്റിന്, അതായത് നമ്മുടെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ആവശ്യം എന്ന് പറഞ്ഞാൽ തനിച്ച് ജോലിക്ക് പോവുക, തനിച്ച് ഷോപ്പിങ്ങിന് പോവുക. അപ്പോൾ നമുക്ക് പുള്ളി പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് പുള്ളി ആക്ച്വലി ഈസ് വെരി ഓക്കെ വിത്ത് ഡ്രൈവിംഗ് ആണെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് റീഹാബും നമ്മൾ ചെയ്യാറുണ്ട്. ഡ്രൈവിംഗ് റീഹാബിന് ചെയ്യേണ്ടതിന് ഒരു ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനൊരു ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്, ഒരു എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നോർമൽ, അതായത് ഓൾമോസ്റ്റ് നോർമൽ വിഷൻ വേണം, കുറച്ച് കോഗ്നിറ്റീവ് എബിലിറ്റീസ് വേണം, അവർക്ക് നല്ല ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, EDയിലൊക്കെ ചെയ്യാനായിട്ട് അവർക്കൊരു ഹാൻഡ് ഫങ്ഷൻ ഒരു ബേസിക് ആയിട്ടുള്ള വേണം, അറ്റ്ലീസ്റ്റ് 1 hand ഷുഡ് ബി വർക്കിംഗ് നോർമലി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് നമ്മുടെ അമേരിക്കൻ ഓക്യുപേഷണൽ തെറപ്പി അസോസിയേഷൻ പറയുന്ന. ആ ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ വിൽ ടേക്ക് ദം ഫോർ ദ ഡ്രൈവിംഗ് റീഹാബ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തുകൊണ്ട് വാട്ട് ഈസ് ആക്ച്വലി സ്റ്റോപ്പിംഗ് ഹിം ഫ്രം ഡ്രൈവിംഗ് ദ വെഹിക്കിൾ, അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് അവർക്ക് സജഷൻസ് പറയുകയും അതിനുള്ള ഇപ്പം ചിലർക്ക് കാറിൽ മോഡിഫിക്കേഷൻസ് ആയിരിക്കും വേണ്ടി വരിക, ചില പേഷ്യൻസിന് മേ ബി വി ഹാവ് ടു ബിൽഡ് ദ സ്കിൽസ്, അതായത് അവരുടെ കോഗ്നിറ്റീവ് സ്കിൽസ് ആയിരിക്കാം, അവരുടെ മസിൽ, അതായത് ഫിസിക്കൽ സ്കിൽസ് ആയിരിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ ദ പേഷ്യൻസ് നീഡ് വിൽ ബി ആക്ച്വലി വർക്കിംഗ് ഓൺ ദ സ്കിൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഈ 4 വർഷത്തെ മെയിൻ കോഴ്സ്, 1/2 വർഷം അതായത് 6 മാസത്തെ ഇന്റേൺഷിപ്പ്, ഇതാണ് ബാച്ചുലർ ഡിഗ്രിയിൽ സംഭവിക്കുന്നത്. സർ, BOT എന്ന കോഴ്സ് 4.5 കൊല്ലമാണ്. ഇതിൽ 4 വർഷത്തെ പഠനം, 1/2 വർഷം അതായത് 6 മാസത്തെ ഇന്റേൺഷിപ്പ്, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇത് കഴിഞ്ഞ് MOTക്ക് പോയാൽ അത് എത്ര വർഷമാണ്? MOT ഇപ്പോൾ പല സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിപ്പോൾ 2 വർഷത്തെ കോഴ്സാണ് നടത്തുന്നത്. ഇപ്പോൾ ഇതല്ലാതെ തന്നെ നമുക്കിപ്പം PhD കോഴ്സും ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ ഡോക്ടർ കോഴ്സും ഉണ്ട്. അതായത് അതിന് ഒരു DOT എന്ന് കണ്ട പറയാതെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അല്ലാതെ നമുക്ക് PhD ഉണ്ട്. അപ്പം DOT എന്ന് പറയുമ്പോൾ അത് മോസ്റ്റ്ലി വിത്ത് ഡോക്ടർ ഇൻ ഓക്യുപേഷണൽ തെറപ്പി എന്നാണ് പറയുക. അപ്പോൾ അത് മോസ്റ്റ്ലി വിത്ത് ക്ലിനിക്കലാണ്. അല്ലാതെ നമുക്ക് PhD കോഴ്സസും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഇവിടെ ഇപ്പോൾ PhD ഉണ്ട്, പക്ഷേ DOT ഇതുവരെ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബാച്ചുലർ ഡിഗ്രിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അതിന് ഹയർ സ്റ്റഡീസ് ഒക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും. ഇതിന്റെ സിലബസ് സാർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു MBBS കാരൻ പഠിക്കേണ്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്, ഇല്ലേ? ഒത്തിരി നന്നായി പഠിക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ വരുന്ന കുട്ടികളെ സാർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അവരൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ ഈ BOT എന്ന് പറയുന്ന കോഴ്സിലേക്ക് പ്രവേശിക്കാറുള്ളത്? അത് ആക്ച്വലി ഒരു ഇഷ്യൂ ആണ്. പലരും ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഫ്യൂച്ചർ നോക്കിയിട്ടാണ് പലരും ജോയിൻ ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് തന്നെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാറ്റമിയും ഫിസിയോളജിയും പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം ജനറൽ മെഡിസിൻ, കാർഡിയോളജി, എന്താണ് ഫാർമക്കോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, ഇതെല്ലാം പഠിക്കണം. അപ്പോൾ അത് കുറച്ച് ടഫ് തന്നെയാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഇതൊരു കോഴ്സ് ജോയിൻ ചെയ്തിട്ട് ഈസി ആയിട്ട് ജയിച്ചു പോകാമെന്ന് പറയാൻ പറ്റില്ല.
you have to work really hard. If you have to you have to clear the exam and you have to become a good OT. അപ്പോൾ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സൂപ്പർ സിമ്പിൾ ആണ്. കോഴ്സിന്റെ പേര് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് മാത്രം വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ശരിക്കും മനസ്സിലാക്കി പഠിക്കണം, നന്നായിട്ട് പഠിക്കാനുണ്ട്, അതിനകത്ത് അത്രയ്ക്കും സിലബസും ഉണ്ട്. നന്നായിട്ട് പഠിക്കണം. അത് കാരണം നമ്മൾ ഈ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഹോളിസ്റ്റിക് നമ്മൾ എന്താണ്, നമ്മൾക്ക് ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ സയൻസ് ബിഹൈൻഡ് മെന്റൽ ഹെൽത്ത്, സയൻസ് ബിഹൈൻഡ് ഫിസിക്കൽ ഇഷ്യൂസ്, സയൻസ് ബിഹൈൻഡ് ഇമോഷണൽ ഇഷ്യൂസ്, സയൻസ് ബിഹൈൻഡ് ഓർത്തോപെഡിക് ഇഷ്യൂസ്, സയൻസ് ബിഹൈൻഡ് ന്യൂറോ, അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ OT റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. 12ാം ക്ലാസ്സിൽ എന്തായാലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരം പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് പരീക്ഷ നമുക്കില്ല. 12ാം ക്ലാസ്സിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ അടുത്ത വർഷത്തോടു കൂടി ഒരു എൻട്രൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഗോഡ് നോസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. കറന്റ് ഇല്ല നമുക്ക്. ഇപ്പോൾ കറന്റ് നമുക്കിപ്പം നമ്മുടെ മാർക്ക് ബേസ് ചെയ്തിട്ട് LBS വഴിയാണ് ഇപ്പോഴത്തെ അഡ്മിഷൻ നടക്കുന്നത്. അത് പ്യൂർലി ബേസ്ഡ് ഓൺ മാർക്സ് ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ അഡ്മിഷൻ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് 20 സീറ്റ്സ് ആണ് ഇനിഷ്യലുള്ളത്. അതിൽ 10 എന്ന് പറയുന്നത് നമുക്ക് ജനറൽ കാറ്റഗറിയാണ്, 9 എന്ന് പറയുന്ന മാനേജ്മെൻ്റ് ആണ്, 1 സീറ്റ് NRI ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഡിഫറെൻറ്റ് ഫീസ് സ്ട്രക്ചേഴ്സും ഒക്കെ അതിന് ബാധകമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 12ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ പ്രദേശത്തേക്ക് നമ്മൾ നോക്കിയാൽ മതി. ഉഴപ്പി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ്. വളരെ കുറവാണ്. കുട്ടികളെ നമ്മൾ നോക്കിയാൽ ഇതിൽ കൂടുതൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്നത്? ഇപ്പോഴത്തെ ഒരു രീതി എന്താണ്? അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം 3 ബാച്ച് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തതിൽ നമുക്ക് പറയാം ഒരു 75 to 80% ഓഫ് ദ സ്റ്റുഡൻസ് നമുക്ക് ഗേൾസ് ആണ് കൂടുതലും ജോയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് 16 ഗേൾസും 4 ബോയ്സും ആയിരുന്നു. സെക്കൻഡ് ബാച്ച് ആയപ്പോഴത്തേക്കും all 20 ഗേൾസ് ആയിരുന്നു, ബോയ്സേ ഇല്ല. അത് കഴിഞ്ഞ് തേർഡ് ബാച്ച് ആയപ്പോഴത്തേക്ക് നമുക്ക് 1 ബോയ് വിത്ത് 19 ഗേൾസ് ആണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ. ഹോപ്പ് ഇറ്റ് വിൽ ചേഞ്ച്. പക്ഷേ നമുക്ക് ഇത് വരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, ആക്ച്വലി ബോയ്സ് ആർ ഗെറ്റിംഗ് മോർ ചാൻസസ് ലേറ്റർ. ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ പോകുമ്പോഴും സം ഏരിയാസ് ദേ പ്രിഫർ ടു ഹാവ് ദ ബോയ്സ് ഓൾസോ. അങ്ങനെ വരുമ്പോൾ അവർക്കും അതിനകത്തൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ബോയ്സ് എന്തുകൊണ്ടാണ് കുറച്ച് ജോയിൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ഈവൻ ഞാൻ കോളേജ് പഠിച്ചപ്പോഴും, ഞാൻ CMC വെല്ലൂരില്ല പഠിച്ചത്, ആ സമയത്തും എൻ്റെ ക്ലാസ്സിലും അല്ലെങ്കിൽ എൻ്റെ ജൂനിയർ ബാച്ചിൽ അവർക്കും അവിടെ ഇതേപോലത്തെ ഒരു വേരിയേഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ കുറച്ച് കുറവാണ് ഇതിലേക്ക് വരുന്നത്. സാർ ഒരു പുരുഷ പ്രജയാണ് എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ആൺകുട്ടികൾക്ക് ശരിക്കും നല്ല സ്കോപ്പ് ഇല്ലേ ഇതിനകത്ത്? തീർച്ചയായിട്ടും. ഞാൻ കുവൈറ്റിലായിരുന്നു. അപ്പം ഒരിടയ്ക്ക് അവിടെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കിനി ലേഡി തെറപ്പിസ്റ്റിനെ അല്ല വേണ്ടത്, നമുക്ക് കുറച്ച് മെയിൽ തെറപ്പിസ്റ്റിനെയാണ് അവർ പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ നമുക്കും നല്ല ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയറിൽ നമുക്ക് വേഗം എത്തിപ്പെടാനും വകുപ്പുണ്ട്. സർ, കുവൈറ്റിൽ വർക്ക് ചെയ്തതാണ്, കുറേ വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. നമ്മൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ഈ ഓക്കുപേഷണൽ തെറാപ്പി പോലെ ഒരു കോഴ്സ് പഠിച്ച ഒരു കുട്ടിക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? വളരെ ഹൈ ആണ്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ ഏതൊരു ഫോറിൻ കൺട്രീസിൽ പോയാലും OTസിന് നല്ലൊരു ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ UK ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയതിൽ അറൗണ്ട് 43 people ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ ഓൾമോസ്റ്റ് 42 ദേ ഹാവ് ഗോൺ ടു UK. അപ്പോൾ അത്രയ്ക്കും ഒരു ചാൻസസ് ഉണ്ട്. പിന്നെ അതേപോലെ US, UK എല്ലായിടത്തും നമുക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ഓരോ കൺട്രീസിനും അതിനായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ OTR പാസ്സാവണം, നമ്മൾ കാനഡയിൽ പോവുകയാണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ഉണ്ട്, ഓസ്ട്രേലിയയിൽ പോവുകയാണെങ്കിൽ അവരുടെ ബേസിക്, അതേപോലെ ഇവിടെ UK പോകണമെങ്കിലും അവരുടെ ഇതൊക്കെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അവർ എക്സാം ഒക്കെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പക്ഷേ ചാൻസസ് ആർ വെരി ഹൈ. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് എ ബെറ്റർ ഓപ്ഷൻ, നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ സാധാരണ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇത് അധികം മലയാളികൾക്കിടയിൽ അങ്ങനെ പരിചിതമായിട്ടില്ല. അപ്പോൾ ഇവിടെ സാധാരണ ഒരാള് ഒരു ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വരുന്നത് എന്ത് വഴിയിലൂടെയാണ്? ഇത് കേട്ടറിഞ്ഞ് വരുന്നതാണോ അതോ ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നുണ്ടോ?
ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സ്റ്റാഫ് എന്നുള്ളതാണ്. വളരെ കുറച്ച് OTC ഉള്ളൂ നമുക്കിവിടെ. ഇപ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഒരു 3 years ആയിട്ടുള്ളൂ കേരളത്തിൽ ഒരു OT കോഴ്സ് വന്നിട്ട്. ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലാണ് 93 CMC പഠിച്ചത്. അപ്പോൾ ഇത്രയും ഒരു ലാഗ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വേണ്ട ആവശ്യത്തിനുള്ള ഒരു സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു റിഫറൽ കുറയുന്നത്. പക്ഷേ നമുക്കിപ്പം വന്നു കഴിഞ്ഞിട്ട് ഇപ്പം എസ്പെഷ്യലി പീഡിയാട്രിക്സ്, അതായത് ഓട്ടിസം, ADHD, ഇങ്ങനത്തെ ഈ പീഡിയാട്രിക് സെറിബ്രൽ പാൾസി ഇങ്ങനത്തെ കേസസിനൊക്കെ നമുക്ക് ഒരുപാട് പേഷ്യൻസിനെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ഫോറിൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എബ്രോഡ് ആയിരുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ഇതിനേക്കാളും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ നമ്മൾ US പോവുകയാണെങ്കിൽ നമ്മൾ OT കാർഡിയോളജി വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജിയിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീൽ ചെയർ ക്ലിനിക്സ് നടത്തുന്നുണ്ട്, ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ഓഫ് സ്പ്ലിൻഡിങ് ചെയ്യുന്നുണ്ട്. സ്പ്ലിൻഡിങ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ, ഈ ടേംസ് ഒക്കെ? കാരണം കുട്ടികൾക്ക് ഒരു പക്ഷേ പുതിയ വാക്കുകളായിരിക്കും. ഓക്കെ, നമ്മൾ സ്പ്ലിൻഡിങ് എന്ന് പറയുന്നത് ഒരു ഓർത്തോസിസ്, നമ്മൾ ഓർത്തോട്ടിക് ആൻഡ് പ്രോസ്തെറ്റിക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഒരു പേഷ്യൻറ്റ് കാല് മുറിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് ഉണ്ടാക്കാൻ പറയും. അതേപോലെ ഒരു കൈ ഒടിഞ്ഞിട്ട് പോയാൽ നമ്മളൊരു സ്ലാബ് പോലെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് നമ്മൾ അറിയാം. പക്ഷെ നമ്മൾ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ലോ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ട്രീറ്റ്മെൻറ്റ് പാർട്ടായിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർത്തോസിസ് ഇംപ്രൂവ് ഫങ്ഷൻ ആയിരിക്കാം. ഞാൻ പറഞ്ഞാലോ ഒരു പേഷ്യൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ള. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പിടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി മേ ബി ഗിവിങ് എ സ്പ്ലിൻറ്റ് ടു ഇംപ്രൂവ് ദ ഫങ്ഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാനായിരിക്കും, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിഫോമിറ്റിയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് നല്ല സ്പാസ്റ്റിസിറ്റിയാണ്, കൈയൊക്കെ നല്ല ടൈറ്റാണ്, അപ്പോൾ അവർക്ക് ഈ കൺട്രാക്ചറോ ഡിഫോമിറ്റിയിലൂടെ പോകുന്ന അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആസ് പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതാണ് സ്പ്ലിന്നിങ്. ഇപ്പോൾ സ്പ്ലിന്നിങ് ഒക്കെ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരുപാട് കോഴ്സസ് ഇവിടെ മണിപ്പാലിലും അങ്ങനെ കുറേ പേർക്ക് നടക്കുന്നുണ്ട്. എബ്രോഡ് ഫോറിൻ കൺട്രീസിലൊക്കെ അത് ഒരുപാട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതാണ് സ്പ്ലിൻഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സംഭവമാണ്. ഈ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഇത് എവിടെയൊക്കെയോ ഇത് കോയിൻസൈഡ് ചെയ്യുന്നത് പോലൊരു തോന്നൽ, അതിലൊരു ക്ലാരിറ്റി തരാമോ സർ? ഓക്കെ, ഓക്യുപേഷണൽ തെറാപ്പിയും ഫിസിയോതെറാപ്പിയും നമ്മൾ കാണുന്ന പേഷ്യൻസ് ഓൾമോസ്റ്റ് പലപ്പോഴും സെയിം പേഷ്യൻസ് ആയിരിക്കാം. നമ്മുടെ ഗോൾസും ചിലപ്പോഴൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ ഇൻഡിപെൻഡൻ്റ് ആക്കണം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പേഷ്യൻ്റ് ഇവിടെ നിന്ന് ടോയ്ലറ്റ് വരെ പോകണം. ഇപ്പോൾ ടോയ്ലറ്റ് വരെ പോകണമെങ്കിൽ ഹി ഹാസ് ടു മൂവ്, ഹി ഹാസ് ടു ഫസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ഫ്രം ദ ചെയർ, ഹി ഹാസ് ടു ഗെറ്റ് അപ്പ്, ഹി ഹാസ് ടു ഗോ ടു ദ ടോയ്ലറ്റ്, ഹി ഹാസ് ടു ടേൺ ആൻഡ് ഹി ഹാസ് ടു സിറ്റ് ഓവർ ദെയർ, അല്ലേ? അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ സ്കിൽസ് വി നീഡ്. അപ്പോൾ ഇത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ദ പേഷ്യൻ്റ് ഹാസ് ടു ഡു, പേഷ്യൻ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ സമ്മൺ എൽസ്, അല്ലേ? അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി മാറ്റാനായിട്ട്, സോ ദെൻ ദാറ്റ് കേസ് വാട്ട് വി വിൽ ഡു, വിൽ വർക്ക് ഓൺ ഹിസ് സിറ്റിംഗ് ബാലൻസ്. ഇപ്പോൾ സിറ്റിംഗ് ബാലൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് മേ ബി ഇഫ് ഈസ് ഓക്കെ വിത്ത് ഹിസ് ഡിപ്പെൻഡിങ് ഓൺ ഹിസ് കണ്ടീഷൻ, ഇപ്പം നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ മേ ബി വിൽ ബി ടീച്ചിങ് ഓൺ ഹിം ലൈക്ക് അബൌട്ട് ദ ഡയറക്റ്റ് ട്രാൻസ്ഫേഴ്സ്. അത് കഴിഞ്ഞിട്ട് മേ ബി ഹി ഹാസ് ടു മൂവ് ടു ദ ടോയ്ലറ്റ്, സോ ദാറ്റ് ഫങ്ഷണൽ മൊബിലിറ്റി വിൽ ബി വർക്കിംഗ് ഓൺ. Then once he reach the toilet, then he may have to sit, clean everything. So for that part also we'll be working on it. അതുവരെ ട്രെയിൻ ചെയ്യും. അത്രയും ഒരു ട്രെയിനിങ് ഒരിക്കലും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഭാഗത്ത്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു പേഷ്യൻ്റ് ഒരിക്കലും ഒരു എക്സസൈസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഒരു ഓക്യുപ്പേഷൻ, അതായത് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റീസ് വെച്ചാൽ ചെയ്യാം. അതായത് നമ്മളൊരു പേഷ്യൻറ്റിന് ഒരു നമ്മളിപ്പോൾ ഒരു സ്ട്രെങ്തനിങ് ആക്ടിവിറ്റി കൊടുക്കണം. നമ്മളിപ്പോൾ നോർമലി നമ്മൾ ഡംബൽസോ എക്സസൈസോ കൊടുക്കുക. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ പേഷ്യൻറ്റിനെ നമ്മൾ എന്തെങ്കിലും പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ ഒരു കണ്ടെയ്നറിൽ നിന്ന് ഒരു 100 ഉള്ളി എടുത്ത് ഇതിനകത്തോട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മൾ വിത്ത് വെയിറ്റ് നമ്മൾ ഇടുകയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഹാൻഡ് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ആ മസിലിനെ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യു ഡൂയിങ് വിത്ത് ഡംബൽസ്. ഇപ്പോൾ ഇതല്ല, ഇപ്പോൾ നമുക്ക് വേറൊരു ഇതാണ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈറ്റ് കൂടുതലാണ് വേണ്ട ഒരു പേഷ്യൻ്റ്, നമുക്കിപ്പോൾ നമ്മുടെ ഷോൾഡർ ഫ്ലെക്സേഴ്സ് ആണ് അല്ലെങ്കിൽ അബ്ഡക്റ്റേഴ്സ് ആണെങ്കിൽ, ദെൻ വി ക്യാൻ ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ ആക്ടിവിറ്റി. നമ്മൾ മുകളിലോട്ട് ഇടുമ്പോഴത്തേക്കും വി ആർ അഗെയിൻ വർക്കിംഗ് ഓൺ ദ
muscles of the shoulder. So basically what happened, this activity is chosen according to the interest of the patient. ഇപ്പോൾ ഒരു ബോയ് ആണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആണ് ഒരു പേഷ്യൻ്റ് എങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് വിൽ ബി റിലേറ്റഡ് ടു ദാറ്റ്. നമ്മൾക്ക് ഒരു ബോൾ ആയിരിക്കും കൊടുക്കുക. ഇപ്പോൾ അയാളൊരു വോളിബോൾ അല്ലെങ്കിൽ ഹാൻഡ്ബോൾ പ്ലെയർ ആണെങ്കിൽ വിൽ ബി ഗിവിങ് എ ബോൾ ആൻഡ് ഡൂയിങ് ദ സെയിം ആക്ടിവിറ്റി സോ ദാറ്റ് ഹിസ് മസിൽസ് വിൽ ബി വർക്കിംഗ് ഔട്ട്. അപ്പോൾ അതല്ലാതെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു അമ്മയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉള്ളിയും സവാളയും അല്ലെങ്കിൽ കട്ടിങ്ങും അത് റിലേറ്റഡ് ആയിട്ട് കൊടുക്കാം. അതേസമയം ഒരു സ്മോൾ ബേബി ആണെങ്കിൽ നമ്മൾ പ്ലേ ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുക്കും. അതായത് ഈ ബോൾ എടുത്ത് കയറിയ അല്ലെങ്കിൽ സാധനം എന്തെങ്കിലും കളിക്കുക, അങ്ങനെ നമ്മൾ പ്ലേ ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു കൊടുക്കുന്ന ആക്ടിവിറ്റി നമുക്ക് ഡിഫറെൻ്റ് ആണ് ഒരു ഫിസിയോതെറാപ്പി ആയിട്ട്. അപ്പോൾ പലപ്പോഴും ഗോൾസ് വരാറുണ്ട്. പിന്നെ ഒരു ഡിഫറൻസ് പറയുന്നത്, നമ്മൾ സൈക്യാട്രിയിൽ നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട്, ഒരുപാട് റോൾസ് ഉണ്ട്. അതായത് നമ്മുടെ OT ഡെവലപ്പ് ചെയ്തത് തന്നെ ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പായിട്ട് ഡെവലപ്പ് ചെയ്തത് തന്നെ സൈക്യാട്രിയിലാണ്. അപ്പോൾ സൈക്യാട്രിയിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഏരിയാസിൽ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും മറ്റുള്ള ഫീൽഡിലോട്ട് വരികയും ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സൈക്യാട്രിയിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പം സിംസി വെല്ലൂരിലൊക്കെ ഒരു വളരെ ഒരു സ്ട്രോങ് റോളാണ് സൈക്യാട്രി ഹാബിറ്റേഷന് നമ്മൾ പ്ലേ കൊടുത്തിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യും. അവർക്ക് മനസ്സിലാകാതിരുന്ന അല്ലെങ്കിൽ അറിയാതിരുന്ന ഒരുപാട് ഏരിയയിലേക്ക് സാറ് വെളിച്ചം വിതറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 4.5 കൊല്ലത്തെ കോഴ്സ് ഇത് കഴിഞ്ഞാൽ പോലും വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പോലും പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യത പോലും ഉണ്ട്. അതെ, അതിനൊരു കാരണം വീട്ടിലിരുന്ന് ചെയ്യാം എന്ന് പറയുന്നതോ അല്ലെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മളൊരു പ്രോസസ് ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളവരെ അസസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ OT ബേസ്ഡ് അസസ്മെൻറ്റ്, അതായത് ഓക്യുപ്പേഷണൽ തെറപ്പി അസസ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അസസ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് OT റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിനകത്ത് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് പ്രോബ്ലം നമ്മൾ വരും. അപ്പോൾ അത് വരുമ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും. അതൊരു ഫിസിക്കൽ പ്രോബ്ലം ആകാം, കോഗ്നിറ്റീവ് പ്രോബ്ലം ആകാം, സെൻസറി പ്രോബ്ലംസ് ആകാം, അത് ഒരു എന്താ പറയുന്നത് മെൻ്റൽ പ്രോബ്ലംസ് ആകാം. ഇത് വെച്ചിട്ട് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു. ആ ഗോൾ വെച്ചിട്ടാണ് നമ്മുടെ ഇൻ്റർവെൻഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്, അതായത് ഒരു പേഷ്യൻ്റ് വരുന്നത് തൊട്ട് അസസ്മെൻറ്റ് തൊട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഒരു പ്രോസസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും. അതുകൊണ്ടാണ് ഒരുപാട് പേര് നമ്മൾക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലിനിക്കായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഫോറിൻ കൺട്രീസിൽ വരെ അങ്ങനത്തെ ക്ലിനിക്സ് റൺ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സർ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതും ഇതിൻ്റെ കരിയർ സാധ്യതകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിനും ഒക്കെ നന്ദി. കുട്ടികളുടെ മനസ്സിലുള്ള ഏതാണ്ട് എല്ലാ സംശയങ്ങളും തീർന്നു കാണുമെന്നുള്ളത് എനിക്ക് ഷുവറാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ.